അപ്പം എല്ലാവർക്കും ഷൈ സിമ്പിൾ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളിയായിട്ടുള്ള 2 ഡിഷാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു മത്തി ഫ്രൈയുടെ റെസിപ്പി ആയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നറിയാം, ഞാനൊരു 3-4 മത്തി എടുത്തിട്ട്, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. നമ്മൾ ഒത്തിരി വറുത്ത് വെച്ചാലും ചൂട് പോയി കഴിഞ്ഞ് മത്തി ഫ്രൈ ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല ചൂടോടെ അത് കഴിക്കുമ്പോൾ ടേസ്റ്റാണ്. എനിക്ക് പക്ഷേ ഭയങ്കര ചൂടുള്ള ആഹാരത്തോടൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല. എനിക്കത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ ചൂടിനെ എങ്ങനെയല്ലോ ചൂട് അതൊന്ന് മാറ്റാൻ ശ്രമിക്കുന്നോ, അതോ ഫുഡ് ടേസ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ചൂടുള്ള ആഹാരം വലിയ താല്പര്യമൊന്നുമില്ല. ലൈറ്റ് ചൂടാണെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെ പക്ഷെ മത്തിയൊക്കെ എനിക്ക് ഒരു ചെറു ചൂടോടൊക്കെ കിട്ടിയാൽ എനിക്ക് ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പം അതിൻ്റെ കൂടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കറിവേപ്പില. നമുക്കത് മാരിനേറ്റ് ചെയ്യണമെന്നല്ലോ, അതിന് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, കൊച്ചുള്ളി, പിന്നെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ കുരുമുളക്, മുഴുവൻ കുരുമുളക്, അതായത് പച്ചക്കുരുമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മുടെ മത്തിക്കുട്ടൻ. മുഴുവൻ കുരുമുളക് ഇട്ട് ഇതിനകത്ത് മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കത്തില്ല കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് പച്ച കളറിലെ ഒരു റെസിപ്പി ആക്കണം എന്നാണ്. ഇത് അരച്ച് വരുമ്പോൾ ഏത് കളറാകുമെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് അരച്ച് റെഡിയാക്കട്ടെ. അതിൻ്റെ കൂടെ നമ്മൾ ഒരു സാധനം കൂടെ നമ്മൾ ചേർക്കണമല്ലോ, ഇച്ചിരി എന്താ പറയുന്നത്, ഇതുണ്ടെങ്കിൽ നമ്മുടെ നാരങ്ങ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പും വേണം അതിൻ്റെ കൂടെ. അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ചെന്ന് ഞാൻ കല്ലുപ്പിടാൻ മറന്നുപോയി. ഞാൻ മോസ്റ്റ്ലി കല്ലുപ്പും ആണ് മീൻ കഴുകാനൊക്കെ. ഞാൻ കല്ലുപ്പും ഗോതമ്പൊടി ഇട്ടാണ് ഞാൻ മീൻ കഴുകുന്നത്. എനിക്ക് അങ്ങനെ കഴുകണം. പണ്ടൊരു സംഭവം ഉണ്ടായേ, അത് വഴിയെ പോകെ പറയാം ഞാൻ കേട്ടോ. എൻ്റെ ഫസ്റ്റ് ഞാൻ കുക്ക് ചെയ്യാൻ കയറുന്ന സമയത്തൊരു വലിയ സംഭവം ഉണ്ടായി. നമുക്കറിയാത്ത ഒരു ടൈമായിരുന്നു എങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അത് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. ഇതിപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം ആദ്യം. അല്ല, നിങ്ങൾ ഈ മത്തിയ മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കുക. അപ്പോൾ ഞാൻ പറയാം കാര്യങ്ങൾ. അപ്പോൾ ഇത് നമുക്കൊന്ന് അരയ്ക്കാം. ഓക്കെ. അപ്പം നമ്മളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് നല്ല പച്ച കറിവേപ്പിലയാണേ, നമ്മൾ മേടിച്ചതല്ല. ഇത് നമ്മുടെ ഒരു ആൻറ്റി തന്നതാണ് നമുക്ക്. അപ്പോൾ ആ ആൻറ്റിയുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടേ, അപ്പോൾ അങ്ങനെ തന്നതാ. പിന്നെ ഇതെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. ചതച്ചര വെച്ചിട്ടുണ്ട്. അതായത് ഇത് ഇച്ചിരി ലൈറ്റ് മഞ്ഞ കളറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ, ഞാൻ ശകലം മഞ്ഞപ്പൊടി ചേർത്തു. മീനൊക്കെ അല്ലേ, അപ്പോൾ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കാതെ എങ്ങനെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തു. അപ്പോൾ ഇതെല്ലാം നമുക്ക് അരച്ച് വരട്ടെ. ഞാൻ മീനെല്ലാം ഓൾറെഡി വരഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്, നന്നായി വൃത്തിയായി കഴുകി. മുമ്പേ നിങ്ങളെ ആദ്യം കാണിച്ചപ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകി എല്ലാം സെറ്റാക്കി എടുത്തിരിക്കുകയാണ്. അപ്പം ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്കിത് അരച്ചുകൊണ്ട് കഥയും പറയാം. അപ്പോൾ എന്തായിരുന്നു അറിയാം സംഭവം? ഫസ്റ്റ് ഞാൻ ദുബായ് വരുന്ന സമയം എനിക്ക് കുക്കിങ് സത്യം പറഞ്ഞാൽ ഒന്നും എടുക്കണം. വീട്ടിലെനിക്ക് അങ്ങനെ കുക്ക് ചെയ്യണം. നമ്മളെ ചെറുപ്പത്തിലൊന്നും ഇന്നത്തെ കാലത്തെ പിള്ളേരെ കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും. ഇപ്പം അങ്ങനെ ആണല്ലോ പിള്ളേരെ ആ രീതി. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഒരു കോഫി പോലും ആക്ച്വലി എനിക്ക് ഉണ്ടാക്കാമൊന്നും അറിയില്ല. വീട്ടിൽ എൻ്റെ പപ്പായുടെ അമ്മയുണ്ടായിരുന്നു, എൻ്റെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെ കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യിപ്പിക്കത്തൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാനങ്ങനെയൊന്നും ചെയ്യത്തുമില്ലായിരുന്നു. ഞാൻ വെറുതെ നമ്മൾ ഇതിനായിട്ട് കള്ളം പറയണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. കാരണം മനഃപൂർവ്വം ചെയ്യാത്തല്ല. ഞാൻ അമ്മ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു ചെല്ലുമ്പോൾ അമ്മ പറയും, വേണ്ട മോനെ ഒന്നും ചെയ്യാനില്ല, എല്ലാം കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ രാവിലെ ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ അവർ എന്താ പറയുന്നത്, ഫുഡെല്ലാം രാവിലെ തന്നെ ചോറൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ളത് റെഡിയാക്കി തരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റിയൊന്നും നമുക്ക് അതുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കിനും അമ്മ 4 മണിക്കുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുമായിരുന്നു, കാപ്പി ഇട്ട് വെക്കുമായിരുന്നു. പിന്നെ അന്നേരം ഒന്നും ചെയ്യാനില്ല. അപ്പോൾ വൈകിട്ട് എങ്ങനെ പഠിക്കാതിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അമ്മ എന്തെങ്കിലും ചെയ്യണം, അമ്മ ഒന്നും ചെയ്യണം, അപ്പോൾ ഇരുന്ന് പഠിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെയൊക്കെ നമ്മളെ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ആ കാലം. അപ്പം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ ദുബൈയിലെത്തിയേ.
ദുബൈയിലെത്തി കഴിഞ്ഞപ്പം ആദ്യമായിട്ട് മീൻകറി ഉണ്ടാക്കും. അപ്പം ഞാൻ വരുന്നതിന് മുന്നേ എൻ്റെ പപ്പായുടെ അമ്മ എനിക്ക് ഒരു പേപ്പറിനകത്ത് എങ്ങനെ മീൻകറി, അന്നൊന്നും ഈ യൂട്യൂബും ആ സമയത്ത് ഞാനുള്ള ദുബൈ വരുന്ന സമയത്ത് യൂട്യൂബൊന്നും എനിക്കറിയത്തില്ല, നമുക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. ഉണ്ടായിരുന്നോന്ന് എനിക്കറിയത്തില്ല, ഉണ്ടാവുമായിരിക്കാം, പക്ഷേ നമ്മളതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആ സമയത്ത് യൂട്യൂബൊന്നും ആക്ച്വലി കണ്ടിട്ടില്ലേ. അന്ന് ഈ ഫോണൊന്നും മൊബൈലിൽ ഇങ്ങനെയൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ, ഇതിപ്പോഴല്ലേ ഇങ്ങനത്തെയൊക്കെ. അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് വലിയ പിടുത്തമില്ലേ. പക്ഷേ അപ്പം റെസിപ്പി ബുക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ആ റെസിപ്പി ബുക്കൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. കാരണം അങ്ങനെ വരുമ്പോൾ കുക്ക് ചെയ്യണമെന്നുള്ള ഒരു ചിന്തയൊന്നും എൻ്റെ തലേ വന്നില്ല. പക്ഷേ ഞാൻ വരുന്നായപ്പം എൻ്റെ പപ്പായുടെ അമ്മ എനിക്ക് അമ്മച്ചിമാർക്കൊക്കെ അറിയാമല്ലോ, അമ്മച്ചി എന്താണെന്ന് അറിയാമോ, എനിക്ക് ഒരു പേപ്പറിനകത്തൊരു അമ്മച്ചിയുടെ ചെറിയ ബുക്കിനകത്ത് എനിക്ക് എങ്ങനെ, അമ്മച്ചി എഴുതിയതല്ല ഞാൻ എഴുതി, അമ്മച്ചി പറഞ്ഞു തന്നാണ്. അമ്മച്ചിയൊക്കെ എഴുതി എനിക്ക് ചിലപ്പോൾ വായിക്കാൻ പറ്റില്ലെന്ന് വെച്ച് ഞാൻ തന്നെ പറഞ്ഞു തന്നു. അമ്മച്ചി പറഞ്ഞു തന്നു, ഞാൻ തന്നെ എഴുതിയേ എങ്ങനെ മീൻ കറി ഉണ്ടാക്കാം, എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം, എങ്ങനെ ഒരു മീൻ കറിയും ഒരു മോരും തോരനും ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടി സെറ്റാണേ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ 2-5-6 കാര്യങ്ങളൊക്കെ എനിക്ക് എഴുതി തരുന്നായിരുന്നേ. അങ്ങനെ ഞാൻ അതും കൊണ്ട് ദുബൈക്ക് വന്നേ. അങ്ങനെ ദുബൈയിലെത്തി. നമ്മൾ ഫസ്റ്റ് ഡേ അല്ല, 2-3-4 ദിവസം കഴിഞ്ഞ് ഞാൻ വന്നു. ഇങ്ങനെ എന്താന്നൊക്കെ ഒന്നൊക്കെ മനസ്സിലാക്കി. ഞങ്ങൾ സാധനമൊക്കെ മേടിക്കാൻ പോയി. സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ റിച്ചൻ ചോദിച്ചു കുക്ക് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാൻ കുക്ക് ചെയ്യും. ഇപ്പം എൻ്റെ പപ്പയുടെ അമ്മ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് ഫുഡ് കുക്ക് ചെയ്യും. എൻ്റെ അമ്മയും നന്നായി ചെയ്യും, എൻ്റെ പപ്പായും, ഇവരെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എന്തൊരു ടേസ്റ്റാണെന്നറിയാം അവരുടെയൊക്കെ ഫുഡ്. ഓഫ് കോഴ്സ് നമ്മുടെ അമ്മമാരുടെ ഫുഡ് നമുക്ക് ഓൾ ടൈം ഫേവറേറ്റ് തന്നെ. പക്ഷേ നമ്മുടെ അമ്മച്ചിയാണെങ്കിൽ സത്യമാണ്, ഒരു തീയിൽ വെച്ചുണ്ടല്ലോ, എന്തിനൊരു മുളക് ഉടച്ചാൽ മതി. എൻ്റെ അമ്മച്ചിയുടെ ആ മുളക് ഉടച്ചതിന് എന്തൊരു ടേസ്റ്റാണെന്നറിയാം. അപ്പം അങ്ങനെ അപ്പം ഞാനിവിടെ വന്നു. അപ്പോൾ റേച്ചൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അമ്മക്കറിയാം, നമ്മൾ വിട്ടു കൊടുക്കത്തില്ലല്ലോ, അമ്മക്കറിയാം കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വലിയ ആളായിട്ട്. അപ്പം റേച്ചൻ ചോദിച്ചാൽ നമുക്ക് സാധനമെല്ലാം മേടിക്കാൻ പോയാലോ? മേടിക്കാൻ പോവാം, ഞാൻ റെഡിയാ. അപ്പം ഞാൻ റേച്ചനെ ചോദിച്ചു റേച്ചന് കുക്കിങ് അറിയാമോ? അപ്പോൾ റേച്ചൻ പറഞ്ഞു എനിക്ക് എൻ്റെ ABC അറിയത്തില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ പറഞ്ഞു പെട്ട്. ഇന്നത്തെ ഡയലോഗാണല്ലോ കുട്ടിമാമ ഞാൻ പെട്ടു, അന്ന് ആ ഡയലോഗ് ഇല്ലല്ലോ. അപ്പം എനിവേ ഞാൻ മനസ്സിൽ പറഞ്ഞു പെട്ട്. അപ്പം ഞാൻ വെച്ച് റേച്ചാനോട് അറിയാമെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്ന് വെച്ചു. പക്ഷെ ഞാൻ പെട്ട് ഗൈസ്. അപ്പം എന്നാലും നമ്മളുടെ ആ ഒരു അഭിമാനം വിട്ടുകൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല അച്ഛാ ഞാനത് ചെയ്തോളാം, ഒരു ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമുക്കെന്നാൽ സാധനം മേടിക്കും. ഇവിടുത്തെ നല്ല അടിപൊളി മീൻ മാർക്കറ്റാണ്, നല്ല പച്ച മീൻ കിട്ടുന്ന മീൻ മാർക്കറ്റാണ്. അവിടെ പോയി ഞങ്ങൾ നല്ല സൂപ്പർ മീനൊക്കെ മേടിച്ചു. നല്ല നെയ്മീനും അങ്ങനെ എന്തോ ഐക്കുറ എന്നൊക്കെ അല്ലേ ഇവിടെ ആ സമയത്ത്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഐക്കുറ എന്നും പറയുന്നത്, നമ്മൾ തിരുവല്ല സൈഡിലൊക്കെ നെമ്മീനെന്നൊക്കെയാണ് പറയുന്നത്. ഐക്കുറ മേടിച്ചുകൊണ്ട് വന്നു നമ്മൾ കറി വെക്കാൻ വേണ്ടി. അപ്പോൾ റേച്ച് ഓഫീസിൽ പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ട് ഞാൻ കുക്ക് ചെയ്യില്ലേ, റേച്ച് എനിക്കൊരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ തന്നു. അടിപൊളി കുക്ക് ചെയ്യേ, ആദ്യമായിട്ട് എൻ്റെ വൈഫിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ പോവുക, ഉച്ചയ്ക്ക് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് നല്ലൊരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ തന്നിട്ട് അദ്ദേഹം പോയി. അപ്പം ഞാൻ കുക്ക് ചെയ്യാൻ ആദ്യം മോര് കാച്ചിയപ്പം ഓഫ് കോഴ്സ് ചെറുതായിട്ട് പിരിഞ്ഞു. പക്ഷെ എന്നാലും സാരമില്ല, റേച്ചനല്ലേ അഡ്ജസ്റ്റ് ചെയ്തോളൂ, ആദ്യത്തെ അല്ലേ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞൊരു തോരൻ ഉണ്ടാക്കി. പിന്നാണ് നമ്മുടെ ടാസ്ക് മീൻ. അപ്പം ഞാൻ ആദ്യം ആലോചിച്ചു മീൻ ഫ്രൈ ചെയ്യാമെന്ന്. അപ്പം ഞാൻ നാട്ടിലോട്ട് വിളിച്ചു. അല്ല എൻ്റെ പപ്പ അന്ന് കുവൈറ്റിന്, ഞാൻ എൻ്റെ പപ്പായ്ക്ക് വിളിച്ചു. അപ്പം മീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പം പറഞ്ഞു മോനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇതാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പം എന്നാൽ അങ്ങനെ ചെയ്യാൻ വിചാരിച്ച് പിന്നെ വെച്ചു 3-4 കഷ്ണം എടുത്ത് വറുത്തിട്ട് ബാക്കി കറി ഉണ്ടാക്കാറുണ്ട്. അപ്പം ബാക്കി ഡീറ്റെയിൽസ് നമുക്കിനി ഫ്രൈ ചെയ്യുമ്പോൾ കേൾക്കാം കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് വെക്കാനേ. എൻ്റെ വെളിച്ചെണ്ണ കുറച്ച് കട്ടിയായിട്ടിരിക്കുക, അതായത് തണുത്തിട്ട് വൈറ്റായിട്ടിരിക്കുക. അതിന് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കട്ടെ, എന്നാലും നമുക്ക് ഇതിനകത്ത് ഒഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകല്ലേ. നമ്മൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് കുറച്ച് മുരിങ്ങയില കിട്ടിയായിരുന്നു.
അപ്പം മുരിങ്ങയില തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം മുരിങ്ങയില കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റാണ്. പക്ഷെങ്കിൽ അത് ഉണ്ടാക്കിയാൽ ഞാൻ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ റേച്ചന് ഞാനേ ഉള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ചോറ് റേച്ചാൻ കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ആ കറി ഒഴിച്ച് നമുക്ക് തന്നെ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് വേണ്ടി മാത്രമായിട്ട്. അതുകൊണ്ട് രണ്ടുപേരൂടെ കഴിക്കുന്നത് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കത്തില്ലേ. അപ്പം മുരിങ്ങയില തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ മുരിങ്ങയിലയും നമ്മുടെ മുട്ട ഇവിടെ ഇരിപ്പുണ്ട്, മുട്ടയും കൂടെ ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു സവാള, മൂന്നാലഞ്ച് കാന്താരി മുളക്, ഒരു വെളുത്തുള്ളി, കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടെ, അതായത് നമ്മുടെ ഇത് സവാള വേണ്ട, സവാള ചെറുതായിട്ട് അരിയണം, പൊടിയായിട്ട് അരിയണം. അത് മാറ്റിയിട്ട് ബാക്കിയെല്ലാം കൂടെ നന്നായിട്ട് വേണ്ട, ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കണം. തേങ്ങായും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം തോരനകത്ത് വേണ്ടിയിട്ട്. മുട്ടയ്ക്കകത്ത് മുട്ട ഒഴിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കട്ടെ. ഓക്കെ, മുരിങ്ങയില ഞാൻ കഴുകി വൃത്തിയാക്കി ചെറുതാക്കി മറ്റേ തണ്ടേന്ന് വിട്ട് എടുത്ത് വെച്ചിരിക്കുക. എന്നാൽ ഈ ചെറിയ ചെറിയ തണ്ടുണ്ടാകുമേ, അത് കുറേ ഉണ്ട്, ഞാൻ കുറേ എടുത്തു. പക്ഷെ അത് പ്രത്യേകിച്ച് കുഴപ്പമുള്ള സാധനമൊന്നുമില്ല, ചെറിയ തണ്ടല്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് തോരൻ വെക്കുക. ഇത് അരിവൊന്നും വേണ്ട. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യം തേങ്ങ ഒന്ന് ചതച്ചെടുക്കട്ടെ. ഓക്കെ, അപ്പം നമ്മളുടെ തേങ്ങയെല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും കാന്താരിയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ഒരു ചെറിയ വെളുത്തുള്ളിയുടെ ഒരല്ലിയും കറിവേപ്പിലയും കൂടെ. അതുപോലെ തന്നെ ഞാൻ കാണിച്ച സവാള ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ താരം നമുക്ക് ഇതൊന്ന് അടിക്കാം. അപ്പം അതും സെറ്റായി. അപ്പോൾ നമുക്കിനി തോരൻ ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ പാത്രം അടുപ്പ് വെക്കട്ടെ. അപ്പോൾ നമ്മൾ ഇച്ചിരി പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്ക് കടുക് പൊട്ടിക്കണം ആദ്യം. കടുക് പൊട്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇല ഇട്ടു. ഞാൻ പാത്രം ഒന്ന് മാറ്റി ഗൈസ്, കാരണം മറ്റേ പാത്രത്തിൽ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ പാത്രം നമ്മുടെ ഇതെല്ലാം കൂടെ വന്ന് മുട്ടയും കൂടെ വരുമ്പോഴത്തേക്കിന് അതിന് ഇതായത്, അതുകൊണ്ട് അതങ്ങ് മാറ്റിയേ. ഇതൊരു 1 മിനിറ്റ് പോലും വേണ്ട ഇതിന്. ഒന്നാവട്ടെ, ഒന്ന് വാടട്ടെ. ഒത്തിരി സമയമൊന്നും വേണ്ട.
സൈഡിലോട്ട് ഇട്ടിട്ട് നമുക്ക് മുട്ട ഒരു സൈഡിലോട്ട് ഇട്ടു. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം. ഇനി നമുക്ക് തോരൻ്റെ ഇത് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും നേരം നമ്മുടെ ഇലയ്ക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇലയാണ് നമ്മൾ ആദ്യം ഉപ്പിട്ട ഇലയൊന്ന് വാടി കഴിയുമ്പം നമ്മൾ എടുത്ത് ആ ക്വാണ്ടിറ്റി ഉണ്ടാകത്തില്ല, വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പ് അന്നേരം ഇട്ടാൽ പണിപാവും. അപ്പം അതുകൊണ്ട് ഞാൻ അന്നേരം ഉപ്പിട്ട് കൊടുക്കില്ല. ഞാൻ മുട്ടയ്ക്ക് ഉപ്പിട്ട് കൊടുത്തായിരുന്നു കേട്ടോ, പക്ഷെ ഇതിന് ഞാൻ അന്നേരം ഉപ്പിട്ട് കൊടുത്തു. ഇനി അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്നും നമുക്ക് ആവി കയറ്റി വെക്കാം. തേങ്ങയുടെ പച്ചച്ചൊവയൊന്ന് മാറും. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അടപ്പെടുത്തത്. ഇവിടെ ഇരുന്ന് ആവി വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ആവിയൊക്കെ വന്നു. യെസ്, അടിപൊളിയായിട്ടുണ്ട്. തേങ്ങ കൂടുതലാണെന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. എനിക്ക് മുട്ടയൊക്കെ തിന്നണമെങ്കിൽ ഇച്ചിരി തേങ്ങയൊക്കെ, തോരൻ തിന്നണം ഇച്ചിരി തേങ്ങയൊക്കെ ആവശ്യം.
ഞാൻ ഇച്ചിരി കഴിച്ച് നോക്കട്ടെ, ഉപ്പ് വേണോ വേണ്ടോ നോക്കാൻ. ഞാൻ ഇടയ്ക്ക് ഉപ്പിട്ട് കൊടുത്തായിരുന്നേ. എനിക്ക് കറക്റ്റാ ഗൈസ്. നമുക്ക് തീ നിർത്താം. ആക്ച്വലി വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കരുത് ഒരിക്കലും, അതിൻ്റെ ആ ടേസ്റ്റേ മാറിപ്പോകും. ഓക്കെ, ഇപ്പം നമ്മുടെ കണ്ടോ മുട്ട മുരിങ്ങയില തോരൻ റെഡി. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ള ഒരു ഉപ്പ് ഇട്ട് കൊടുക്കണം. തേങ്ങ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്ത്, നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കണേ. നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റി. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ഞാൻ കഴിച്ചു നോക്കട്ടെ. സൂപ്പർ, ഒന്നും പറയല്ല, അടിപൊളി ടേസ്റ്റ്. അപ്പം മുരിങ്ങയിലൊക്കെ കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ, അപ്പോൾ നമ്മളങ്ങനെ 3-4 മീൻ എടുത്ത് വറക്കാനും ബാക്കി കറി വെക്കാനുമായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് അതെല്ലാം സെറ്റാക്കി. അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ അമ്മച്ചി തന്ന ആ പേപ്പർ ഉണ്ടല്ലോ റെസിപ്പിയുടെ, ആ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് ഓരോന്ന് എത്ര ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ കറിവേപ്പില അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തു, മുളക് പൊടിയെല്ലാം എടുത്ത് സെറ്റാക്കിയിട്ട് ആദ്യം നമുക്ക് എന്തായാലും മീനൊന്ന് കഴുകണമല്ലോ. അപ്പം ഞാൻ മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാലാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് മീനിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മച്ചി പറഞ്ഞു തന്ന പോലെ എല്ലാം സെറ്റാക്കി. ഇതിനിടയ്ക്ക് പറഞ്ഞോട്ടെ, ആ നെയ്യാണ് ആ കിടന്ന് പതഞ്ഞ് വരുന്നത്. അതുകൊണ്ട് അതൊന്ന് തിരിച്ചിടാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഇനി വേറൊരു സ്പൂൺ എടുത്തിട്ട് വേണം അത് തിരിച്ചിടാൻ. അങ്ങ് വഴുതി പോവാം, ബിക്കോസ് അത്രയ്ക്ക് സോഫ്റ്റായിരുന്നു അത്. എനിക്ക് പേടിയായിരുന്നു അത് തൊടാൻ, കാരണം പൊടിഞ്ഞു പോകുമോ എന്നുള്ളത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ മീൻ കറിയെല്ലാം വെക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി മീൻ കറിയൊക്കെ വെച്ചു, എല്ലാം സെറ്റായി. റേച്ചനെ നോക്കിയിരിക്കുകയാണ്, കാരണം ഫസ്റ്റ് കുക്കിംഗ് അല്ലേ, അപ്പം ഏറ്റവും ബെസ്റ്റ് കൊടുക്കണമെന്നാണല്ലോ എൻ്റെയും ആഗ്രഹം. അപ്പം ഞാൻ റേച്ചനെ നോക്കിയിരുന്നു. റേച്ചൻ ഉച്ചയായപ്പോഴത്തേന് ഭയങ്കര ത്രില്ലോടൊക്കെ വന്നതാണ് ഫുഡ് കഴിക്കാൻ. കാരണം വൈഫിൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് ഫുഡ് കഴിക്കുമല്ലേ, അത്രയും ദിവസം ഞങ്ങൾ പുറത്തുനിന്നൊക്കെ മേടിച്ചല്ലേ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പം റേച്ചൻ വന്നു. റേച്ചൻ എല്ലാം സെറ്റാണോടാ, നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു. കൈയൊക്കെ കഴുകി ഞാൻ ഡൈനിങ് ടേബിളെ കൊണ്ട് സാധനങ്ങളെല്ലാം വെച്ചു. അപ്പം നമ്മുടെ മോര് കറിയും തോരനും റേച്ചന് ഇച്ചിരി മോര് കറി വെച്ചു. ചുമ്മാ ചോറിനകത്തിട്ട് ഇളക്കി ഒന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ മോര് കറി എന്നൊക്കെ പറഞ്ഞു. ഇച്ചിരി പിരിഞ്ഞു പോയെങ്കിലും കുഴപ്പമില്ല, റേച്ചൻ ഒന്നും പറഞ്ഞില്ലേ. അത് കഴിഞ്ഞിട്ട് തോരനും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, സൂപ്പർ തോരനാന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കപ്പം മീൻകറി കൊടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയേ. അപ്പം ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു, അപ്പം എനിക്കും ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. അപ്പം എല്ലാം സെറ്റാക്കി. അപ്പോൾ റേച്ചനാണ് മീൻ വറുത്തത് വെച്ച് കൊടുത്തു, മീൻ കറി കൊടുത്തു. ആദ്യം മീൻ വറുത്തതും തോരനും മോരും കൂടെ കഴിച്ച് നോക്കി. റേച്ചൻ പറഞ്ഞു അടിപൊളി, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് റേച്ചന് മീൻചാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ മീൻചാറും മോര് കറിയും കൂടെ ഇളക്കി കഴിക്കാൻ റേച്ചൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ മീൻചാറും ഒഴിച്ചു, മീൻ കഷ്ണം എടുത്ത് റേച്ചൻ ചോറെല്ലാം ഇളക്കി. എന്നിട്ട് റേച്ചന് വായിലോട്ട് കഴിച്ചിട്ട് അപ്പം ഞാൻ റീച്ചനെ മുഖത്ത് നോക്കുമോ ഇപ്പം അടിപൊളി എന്നൊക്കെ പറഞ്ഞു. മുഖത്തോട്ട് നോക്കിയപ്പോൾ റീച്ചൻ എന്ന് വെച്ചേ ഇങ്ങനെ വെച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി റീച്ച, ഉപ്പ് കൂടുതലാണോ? ഉപ്പല്ലടാ കൂടുതൽ, എന്തോ ഒരു സംതിങ് പ്രോബ്ലം ഉണ്ട്. ഞാൻ ചോദിച്ചു ഇല്ല എന്ത് അല്ല എന്തോ ഒരു ചൊവ മീൻ കറിക്കകത്ത്, മീൻ ഫ്രൈക്കകത്ത്. റീച്ചൻ പിന്നെ മീൻ ഫ്രൈ മാത്രമായിട്ട് കഴിച്ചു നോക്കി പറഞ്ഞു ഇതിന് എന്തോ ഒരു സംതിങ് പ്രോബ്ലം ഉണ്ടല്ലോ. അപ്പം ഞാൻ ചോദിച്ചു എന്തോ, ഞാൻ നല്ലതായിട്ടാണ് വെച്ചെന്ന്. റീച്ചൻ നല്ലടാ എന്തോ ഒരു ഇതുണ്ടെന്ന്. റീച്ചൻ ടേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ റീച്ചൻ ചോദിച്ചു എങ്ങനെയാണ് നീ മീൻ കറി വെച്ച്? അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നന്നായി മീനൊക്കെ കഴുകിയായിരുന്നു. ഞാൻ പറഞ്ഞു പിന്നെ സോപ്പ് വരെ ഇട്ടാ മീൻ കഴുകിയതെന്ന്. അപ്പം റീച്ചൻ സോപ്പോ?
ഞാൻ പറഞ്ഞു സോപ്പ്, ഞാൻ കുറച്ച് സോപ്പ് പൊടി ഇട്ടായിരുന്നു, എന്നിട്ട് അത് വെച്ചിട്ട് മീൻ കഴുകിയെന്ന്. റീച്ചൻ പറയും എൻ്റെ പൊന്നെ ചുമ്മാതല്ല ഒരു ചൊവ്വ, എടാ ഒരിക്കലും മീൻ വേച്ചൊന്നും സോപ്പിട്ട് കഴിഞ്ഞ്. ഞാൻ പറഞ്ഞു റീച്ച നമ്മുടെ തുണിയൊക്കെ നമ്മൾ സോപ്പിട്ട് കഴുകുമല്ലോ അഴുക്ക് പോകാൻ, അതുപോലെ മീൻ എത്ര കഴുകിയിട്ടും എനിക്ക് അതിൻ്റെ ഒരു കഴുകിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വന്നില്ല, അതുകൊണ്ട് ഞാൻ സോപ്പ് പൊടി ഇട്ട് കഴിയുന്നു. റീച്ചൻ പറയുക എടാ അതയച്ചോ എന്നാൽ അതുപോലെ ആ മീൻകറി എടുത്ത് കളയേണ്ട വന്നു. ഞാൻ ഫുൾ സോപ്പിൻ്റെ ചൊവ്വയായിരുന്നേ. എനിക്ക് പക്ഷേ അതൊന്നും തോന്നിയില്ല, കാരണം ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയോണ്ടായിരിക്കും. പിന്നെ അത് റീച്ചന് ഒന്നും പറഞ്ഞില്ല. ഞാൻ സാരമില്ല, ഫസ്റ്റ് ടൈം അല്ലേ, ഒന്നും കുഴപ്പമില്ല, ഓരോന്ന് ഇങ്ങനെയല്ലേ പഠിക്കേണ്ടത്. റീച്ചൻ എനിക്ക് സപ്പോർട്ട് ചെയ്താൽ റീച്ചൻ സപ്പോർട്ട് ഭയങ്കര ഒരു രക്ഷയില്ല, എല്ലാ കാര്യത്തിലും റീച്ചൻ ഭയങ്കര സപ്പോർട്ടാണ്. റീച്ചൻ ഞാനിപ്പോൾ ഓരോ എന്തോ ഡാൻസിനായാലും നാടകത്തിനായാലും പ്രോഗ്രാമിനായാലും ഒക്കെ പോകുന്നു. ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോകാതിരിക്കുമ്പോഴേ റീച്ചന് പ്രശ്നം. റീച്ചൻ ചോദിക്കുന്നത് അതിന് പോകുന്നില്ലേ ഇതിന് പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് നമ്മളെ അത്ര മോട്ടിവേറ്റ് ചെയ്യും. അത് ഭയങ്കര ഇതാണ്. റീച്ചൻ്റെ സപ്പോർട്ട് എനിക്ക് ഒരു രക്ഷയില്ല. റീച്ചൻ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. അപ്പം എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുമ്പോൾ സാരമില്ല, ഞാൻ എനിക്ക് കരച്ചിലൊക്കെ വന്നേ. ടീച്ചർ സാരമില്ലടാ, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്, കറിയൊക്കെ ബെസ്റ്റായിരുന്നു, മറ്റേ തോരനും മോരും ഒക്കെ അടിപൊളിയായിരുന്നല്ലോ, കുഴപ്പമൊന്നുമില്ലാന്ന്. അങ്ങനെ എൻ്റെ ഗൈസ് ഞാൻ ആദ്യമായിട്ട് മീൻകറി ഉണ്ടാക്കിയതിൻ്റെ കഥയാണ് നിങ്ങൾ കേട്ടത്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ മീൻകറി ഉണ്ടാക്കിയത്. അന്നത്തെ ഒരു അബദ്ധത്തിന് ശേഷം ഇന്ന് വരെയും എൻ്റെ മീൻകറിക്ക് ഇന്ന് വരെയും ദൈവം സഹായിച്ചൊരു പ്രശ്നവും വന്നിട്ടില്ല. അടിപൊളി മീൻകറി തന്നെയാണ് എൻ്റെ. അപ്പം അങ്ങനെയാണ് എൻ്റെ മീൻകറിയുടെ കഥ. നിങ്ങൾക്കിങ്ങനെ വല്ല രസകരമായ അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണം കേട്ടോ, കമൻറ്റായിട്ടൊക്കെ ഇട്ട് ഷെയർ ചെയ്യണേ. എൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്, ഷൈമോള് പറഞ്ഞ പോലെ ചെയ്യാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇപ്പം ഞാൻ അതിന് ശേഷമൊക്കെ ഞാൻ മീനൊക്കെ കഴുകുന്നത് ഗോതമ്പ് പൊടിയും കല്ലുപ്പും വിനാഗിരിയും ഒക്കെ ഒഴിച്ച് മീൻ കഴുകാറുണ്ട് കേട്ടോ. നിങ്ങളും അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. കാരണം നല്ലതായിട്ട് അതിൻ്റെ ഉളുമ്പും അഴുക്കും എല്ലാം പോകും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷം. അപ്പോൾ ബാക്കി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി. മത്തി ഫ്രൈ, മത്തി പച്ചക്കുരുമുളക് അരച്ച ഫ്രൈ റെഡി. എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ ഇതെല്ലാം കൂടെ കൂട്ടി ചോറ് കഴിക്കാൻ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. കാണുമ്പം തന്നെ എനിക്ക് ലുക്ക് ഇഷ്ടമായി. നിങ്ങൾ കഴിക്കുമ്പോൾ എന്തോ ആയിരിക്കും. കറിവേപ്പില കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഞാനിങ്ങനാണ് ബായി. ഓക്കെ, അപ്പം ഇനിയും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഒരു ആഡംബരത്തിന് ഇട്ട് കൊടുത്തതന്നേ ഉള്ളൂ ഇതൊക്കെ കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല ചൂടുണ്ടാവും. സൂപ്പർ, അടിപൊളി. പച്ചക്കുരുമുളകിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ. അപ്പം കഴിക്കട്ടെ. മുരിങ്ങയില തോരനും മത്തി ഫ്രൈയും. ആദ്യം മുരിങ്ങയില തോരൻ മാത്രം കൊട്ടി കഴിക്കട്ടെ. അടിപൊളി. ഇനി മത്തിയും കൂടെ എടുത്ത് കഴിക്കട്ടെ. ഒന്നും പറയാനില്ല, അടിപൊളി.
അടിപൊളിയാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. ഇതെന്താണെന്നറിയോ, ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാറില്ല. കഴിച്ചു കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാറുള്ളൂ. ഇതിപ്പം കഞ്ഞിവെള്ളമാണേ, അതായതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഒറ്റ ടേസ്റ്റ്, ഒരുപാട് നാളായതുകൊണ്ടായിരിക്കും. സാധാരണ ഞാൻ എൻ്റെ സ്റ്റീൽ കപ്പിനകത്താണ് കുടിക്കുന്നത്. ഇപ്പം സ്റ്റീൽ കപ്പിനകത്ത് ഒഴിച്ചാൽ നിങ്ങൾക്കിത് കഞ്ഞിവെള്ളമാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രമേ ഇന്ന് ഗ്ലാസ്സിനകത്ത് എടുത്തതേ ഉള്ളേ. എനിക്ക് ഇങ്ങനത്തെ ഗ്ലാസ്സിനൊന്നും കുടിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഞാൻ എന്നാൽ ബാക്കി കഴിച്ച് തീർക്കട്ടെ. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി പച്ചമോരോ മോരോ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ഒഴിക്കാം. പക്ഷെ ഞാനിപ്പോൾ ഒഴിച്ചില്ല. ഞാൻ ഈ മീനും ഈ മുരിങ്ങയില തോരനും കൂട്ടി കഴിച്ച് നോക്കട്ടെ. ശരി, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.